നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു വശത്ത് UAE ഒപെക് കൂട്ടായ്മയിൽ നിന്ന് പുറത്തിറങ്ങി, മറുവശത്ത് അവർ ഇസ്രായേലിനെ ചേർത്ത് പിടിക്കുന്നു. വാഷിംഗ്ടണിലേക്കുള്ള വഴിയിൽ ഇസ്രായേൽ തങ്ങളുടെ കൂട്ടാളികളാണ് ഇത് UAE പ്രഖ്യാപിക്കുന്നു. 2 ദിവസം മുൻപ് ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഇറാൻ UAEയുടെ നേർക്ക് ആക്രമണങ്ങൾ തുടരുമ്പോൾ മറുവശത്ത് UAE സഹായത്തിനായി ഇസ്രായേലിനെ വിളിച്ചു. പെട്ടെന്ന് തന്നെ ഇസ്രായേൽ UAEക്ക് അനുകൂലമായ തീരുമാനമെടുത്തു. ഇസ്രായേലി സൈന്യമാണ് പിന്നീട് UAEയുടെ പ്രതിരോധ തന്ത്രങ്ങൾ മെനഞ്ഞത്. ലോകത്തിൽ മറ്റൊരു രാജ്യത്തിനും ഇസ്രായേൽ തങ്ങളുടെ അയൺ ഡോം സംവിധാനങ്ങൾ കൈമാറിയിട്ടില്ല. എന്നാൽ UAEയുടെ അഭ്യർത്ഥനയെ തുടർന്ന് അയൺ ഡോം സംവിധാനവുമായി ഇസ്രായേൽ സൈന്യം UAEയിലേക്ക് കുതിച്ചു. ഇസ്രായേലി US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ആക്സിയോസിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ ലോകത്ത് കൗതുകം പടർത്തുന്നു. മറുവശത്ത് ഇന്ത്യയിലെ കേരളം അടക്കമുള്ള പല മേഖലകളിലും വലിയ തോതിൽ ഇറാൻ അനുകൂലികളുണ്ട്. ഇറാൻ അനുകൂലികൾക്ക് വെള്ളിടി വെട്ടുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. UAE ഇസ്രായേലിനെ ചേർത്തു പിടിച്ച ആ വാർത്ത. അയൺ ഡോം സംവിധാനത്തിൽ മാത്രമല്ല, ഹ്രസ്വ ദീർഘദൂര മിസൈൽ പദ്ധതികളിലും ഇസ്രായേൽ UAE സഹായിച്ചു. ഇറാനിൽ നിന്നുള്ള മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ തടയാൻ പ്രശസ്തമായ വ്യോമ പ്രതിരോധ സംവിധാനമാണ് അയൺ ഡോം സംവിധാനം. അയൺ ഡോം സംവിധാനം പ്രവർത്തിപ്പിക്കാൻ ജെറുസലേം തങ്ങളുടെ സൈന്യത്തെ UAEയിലേക്ക് അയച്ചു. USഉം ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചതിനു പിന്നാലെ USൻ്റെ സഖ്യരാജ്യമായ UAEയുടെ നേർക്ക് വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ മുതിർന്നത്. ഇതോടെയാണ് UAE ഇസ്രായേലിൻ്റെ സഹായം തേടിയത്. എമിറാത്തി പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദുമായുള്ള ഒരു ഫോൺ സംഭാഷണത്തെ തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു, നിങ്ങളുടെ സുരക്ഷ ഞങ്ങൾ ഏറ്റെടുക്കും. പിന്നീട് ഇസ്രായേൽ പ്രതിരോധ സേനയോട് ഇന്റർസെപ്റ്ററുകളുള്ള ഒരു അയൺ ഡോം സംവിധാനങ്ങളുമായി എത്രയും പെട്ടെന്ന് UAEയിലേക്ക് കുതിക്കാൻ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ നിർദ്ദേശം. ഇറാനിയൻ ആക്രമണങ്ങളുടെ കേന്ദ്രബിന്ദുവായി മാറിയ അബുദാബിക്ക് ഇത് വളരെയേറെ ഗുണം ചെയ്തു. അബുദാബി പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് 550 ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും 2200-ലധികം ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഇറാൻ UAEയുടെ മേൽ ആക്രമണം ചൊരിഞ്ഞത്. പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങൾക്ക് അയൺ ഡോം സംവിധാനം മാത്രമല്ല, സ്വന്തം സൈന്യത്തെ പോലും അയച്ച് ഇസ്രായേൽ UAEയോട് കൂടുതൽ അടുപ്പം കാട്ടി. ഇത് ഇസ്രായേൽ UAE ബന്ധം കൂടുതൽ ദൃഢമാക്കി. ഇസ്രായേൽ ഒരു വിദേശ രാജ്യത്തേക്ക് സ്വന്തം ബാറ്ററികൾ കയറ്റി അയക്കുന്നത് ഇതാദ്യം. അമേരിക്കയും ഇസ്രായേലും കൂടാതെ അയൺ ഡോം ബാറ്ററി ഉപയോഗിച്ച ഏക രാജ്യം ഇപ്പോൾ UAE ആയി മാറിയിരിക്കുന്നു. ഇറാനുമായുള്ള യുദ്ധകാലം UAE ഇസ്രായേൽ ബന്ധം വീണ്ടും ഊട്ടിയുറപ്പിക്കുന്നതിൽ വിജയിച്ചു. അബുദാബിക്ക് യഥാർത്ഥ സുഹൃത്തിനെ കണ്ടെത്താൻ യുദ്ധകാലത്ത് കഴിഞ്ഞുവെന്നാണ് അബുദാബി വിശേഷിപ്പിക്കുന്നത്. പ്രാഥമികമായി വിപുലമായ സൈനിക സഹായം, രഹസ്യാന്വേഷണ വിവരങ്ങളുടെ പങ്കിടൽ, നയതന്ത്ര പിന്തുണ എന്നിവയിലൂടെ ഉറച്ച പിന്തുണയാണ് യുദ്ധഘട്ടത്തിൽ UAEക്ക് ഇസ്രായേൽ നൽകിയത്. നിർണായക നിമിഷത്തിലുള്ള ഇസ്രായേൽ സഹായം UAE ഒരിക്കലും മറക്കില്ല എന്നാണ് ആക്സിയോസ് റിപ്പോർട്ട്. ഇത് ശരിക്കും കണ്ണു തുറപ്പിക്കുന്ന ഒരു നിമിഷമായിരുന്നു. നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ ആരാണ് എന്ന് കാണാൻ UAEയുടെ പ്രതികരണമാണ് ഇപ്പോൾ ലോകത്ത് വൈറലാവുന്നത്. മറുവശത്ത് ഇത്തരം ചില വാർത്തകൾ പുറത്തു വന്നതിന് തൊട്ടുപിന്നാലെ UAE ഒപെക് കൂട്ടായ്മയിൽ നിന്ന് പുറത്തിറങ്ങി. പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഒപെക്. ഒപെക്കിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള UAEയുടെ തീരുമാനത്തിന് പിന്നിൽ ഒന്നിലധികം ഘടകങ്ങളുണ്ട്. ഒപെക്കിൻ്റെ ഐക്യത്തിനും സ്വാധീനത്തിനുമൊക്കെ വലിയ പ്രഹരമായി മാറിയിരിക്കുന്നു UAEയുടെ തീരുമാനം. ഇന്ത്യ പോലുള്ള പ്രധാന ഊർജ ഇറക്കുമതി രാജ്യങ്ങൾക്ക് ഈ നീക്കം വ്യക്തമായ നേട്ടങ്ങൾ നൽകും. ഒപെക്കിൻ്റെ കോട്ട സമ്പ്രദായത്തിൽ നിന്ന് ഇപ്പോൾ UAE രക്ഷപ്പെട്ടിരിക്കുന്നു. ചുരുക്കത്തിൽ ആഗോള വിപണി വിഹിതം നേടുന്നതിന് UAEക്ക് മുന്നിൽ വാതിലുകൾ മലക്ക തുറക്കുന്നു. ഇറാൻ യുദ്ധം മൂലമുണ്ടായ ഇന്ധന പ്രതിസന്ധിയുടെയും പ്രധാന എണ്ണക്കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്കിൻ്റെ ഉപരോധങ്ങളുടെയും പേരിലാണ് ഇപ്പോൾ UAE ഒപെക്കിൽ നിന്ന് പുറത്തിറങ്ങിയത്. ലോകമെമ്പാടുമുള്ള എണ്ണവിലയിൽ ഒപെക്കിന് വലിയ സ്വാധീനമുണ്ട്. എണ്ണവിലയിൽ കൃത്രിമം നടക്കുന്നതായി ദീർഘകാലമായി ഒപെക്കിനെ കുറിച്ച് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഒപെക്കിന് കീഴിലുള്ള ബാധ്യതകളിൽ നിന്ന് മുക്തമാവുകയാണ് ഇപ്പോൾ UAEയുടെ ലക്ഷ്യം. ഒപെക്കിൻ്റെ കോട്ടകളും ലക്ഷ്യങ്ങളും UAEയെ വളരെയധികം പരിമിതപ്പെടുത്തിയിരുന്നു. ഇനി തങ്ങൾക്ക് കൂടുതൽ എണ്ണ വിതരണം നടത്താൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് UAE പ്രഖ്യാപിച്ചു. 2027 പ്രതിദിനം 5 ദശലക്ഷം ബാരൽ വരെ ഉൽപ്പാദന ലക്ഷ്യമാണ് ഇപ്പോൾ UAEയുടെ നോട്ടം. പ്രതിദിനം 3 മുതൽ 3.5 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഒപെക്കിന് കീഴിൽ അവർ ഉൽപ്പാദിപ്പിച്ചിരുന്നത്.
ഡിമാൻഡും വിപണി സാഹചര്യങ്ങളുമൊക്കെ കണക്കിലെടുക്കുമ്പോൾ പരമാവധി ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് രാജ്യം ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് UAE ആഗ്രഹിക്കുന്നു. ഇസ്രായേലുമായുള്ള ചങ്ങാത്തം ഒരു വശത്ത്, അമേരിക്ക തങ്ങളുടെ യഥാർത്ഥ രക്ഷകരാണ് എന്ന് UAE തിരിച്ചറിഞ്ഞു. ഇതോടെയാണ് ഒപെക് കൂട്ടായ്മയിൽ നിന്നിറക്കാനുള്ള UAEയുടെ തീരുമാനം. 1970കളിൽ ആഗോള ക്രൂഡ് ഓയിൽ 50%-ലധികം ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഒപെക് കൂട്ടായ്മയാണ്. പിന്നീടുള്ള ദശകങ്ങളിൽ ആ കണക്ക് താഴേക്ക് വീണു. 2016-ൽ ഒപെക് മറ്റ് നിരവധി രാജ്യങ്ങളുമായി സഖ്യത്തിലേർപ്പെട്ടു. ഇതോടെ ഒപെക് കൂട്ടായ്മയുടെ ഉൽപ്പാദന നിരക്ക് വീണ്ടും വർദ്ധിച്ചു. ഇറാൻ യുദ്ധം തുടങ്ങി ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ ആ വിഹിതം 44% ഇടിഞ്ഞു. ഒപെക്കിനെ പാശ്ചാത്യ ലോകം എന്നും അഭിസംബോധന ചെയ്യുന്നത് കാർട്ടൽ എന്ന പദം ഉപയോഗിച്ച്. സാധാരണ മയക്കുമരുന്ന് മാഫിയകളെയാണ് കാർട്ടൽ എന്ന് വിളിക്കുന്നത്. എന്നാൽ എണ്ണയുടെ കുത്തക വിലനിർണ്ണയ അവകാശം പേറുന്നതാണ് ഒപെക്കിനെ കാർട്ടൽ എന്ന് വിളിച്ച് പരിഹസിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഒപെക് അഥവാ ഒപെക് പ്ലസ് 2016-ൽ കൂടുതൽ സഖ്യരാജ്യങ്ങൾ ഒപെക്കിലേക്ക് കടന്നു വന്നതോടെ ഒപെക് പ്ലസ് എന്നറിയപ്പെട്ടു. ഓസ്ട്രിയയിലെ വിയന്ന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥിരം അന്തർ സർക്കാർ സംഘടനയാണ് പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടന ഒപെക്. അംഗരാജ്യങ്ങൾക്കിടയിൽ പെട്രോളിയം നയങ്ങൾ ഏകോപിപ്പിക്കുക, അവ ഏകീകരിക്കുക, ഈ ലക്ഷ്യത്തോടെയാണ് സംഘടന പ്രവർത്തിക്കുന്നത്. 1960 സെപ്റ്റംബറിൽ ബാഗ്ദാദ് സമ്മേളനം 5 എണ്ണ ഉൽപ്പാദന സ്ഥാപക രാജ്യങ്ങൾ ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ, വെനിസ്വല. അക്കാലത്ത് ആഗോള എണ്ണ വിപണി നിയന്ത്രിച്ചിരുന്നത് 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെട്ടിരുന്ന ഒരു കൂട്ടം ശക്തരായ പാശ്ചാത്യ എണ്ണ കമ്പനികൾ. അവർക്ക് മേൽ ആധിപത്യം പുലർത്തുകയായിരുന്നു ഒപെക്കിൻ്റെ പ്രഥമ ലക്ഷ്യം. ഇപ്പോഴിതാ ഒപെക്കിൽ നിന്ന് മെയ് 1 മുതൽ തങ്ങളുടെ പിന്മാറ്റം പ്രാബല്യത്തിൽ വരുമെന്ന് UAE പ്രഖ്യാപിച്ചിരിക്കുന്നു. 1967 മുതൽ ഒപെക്കിൽ അംഗമായിരുന്നു UAE. സൗദി അറേബ്യയ്ക്കൊപ്പം അർത്ഥവത്തായ സ്പെയർ കപ്പാസിറ്റിയിലുള്ള ചുരുക്കം ചില ഒപെക് അംഗങ്ങളിൽ ഒന്നാണ് UAE. UAEയുടെ ഉറച്ച വിദേശ നയ സമീപനം തന്നെയാണ് ഈ പിന്മാറ്റത്തിന് കാരണം. ഇസ്രയേലുമായി അവർ കൂടുതൽ അടുത്തു. അമേരിക്കയെ കൂടുതൽ പ്രതിരോധ സേവനങ്ങൾക്ക് അവർ ഇപ്പോൾ പ്രയോജനപ്പെടുത്തുന്നു. മറുവശത്ത് ഇറാൻ ഉൾപ്പെടുന്ന ഒപെക് സഖ്യത്തിൽ തുടരുന്നത് തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് UAE തിരിച്ചറിയുന്നു. സൗദി അറേബ്യയുമായുള്ള ബന്ധത്തിലും ചില വിള്ളലുകൾ. ഇതിനിടയിൽ അബുദാബി മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും ഉടനീളം സ്വന്തം സ്വാധീന മേഖല രൂപപ്പെടുത്തി. ഇന്ത്യയുമായി കൂടുതൽ മെച്ചപ്പെട്ട ബന്ധം. 2020-ൽ എബ്രഹാം ഉടമ്പടിയിൽ ഒപ്പുവെച്ചതോടെ ഇസ്രയേലുമായി കൂടുതൽ ഊഷ്മളമായ ബന്ധം. ഈ നടപടിക്കെതിരെ ചില വിമർശനങ്ങൾ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുയർന്നു. എന്നാൽ ഇറാൻ യുദ്ധസമയത്ത് തങ്ങൾ ആക്രമണത്തിനിരയായത് UAE ഞെട്ടിച്ചു. പ്രത്യേകിച്ച് പ്രാദേശിക സ്വാധീനത്തിനായുള്ള ഒരു നിർണായക ലിവറായും വാഷിംഗ്ടണിലേക്കുള്ള ഒരു അതുല്യ ചാനലായും അവർ ഇസ്രയേലിനെ ഇപ്പോൾ മുന്നിൽ കാണുന്നു. ഒപെക് സംഘടനയിൽ നിന്ന് നേരത്തെ ഇന്തോനേഷ്യ, ഖത്തർ, ഇക്വഡോർ, അങ്കോള, ഗാബൺ എന്നീ രാജ്യങ്ങൾ ഒഴിഞ്ഞുപോയിരുന്നു. ഇവരൊക്കെ ഒപെക്കിൽ നിന്ന് പിന്മാറിയതിനു പിന്നിൽ ഉൽപ്പാദന കോട്ടയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ. എന്നാൽ ആ ഘട്ടത്തിലൊക്കെ ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു UAE. ഒപെക് വിട്ടത് ഇപ്പോൾ ഒപെക് അംഗരാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുന്നു. മറുവശത്ത് ഇറാൻ ഭാവിയിൽ തങ്ങൾക്കൊരു വലിയ ഭീഷണിയായി മാറുമെന്ന് UAE ഇപ്പോഴേ കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെ പ്രതിരോധ രംഗത്ത് ഇസ്രയേലുമായി അവർ കൂടുതൽ സഹകരിക്കാൻ താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.